എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മൾ കുട്ടികൾ തറയിലൊക്കെ കിടക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, തറയിൽ കിടക്കരുത്. അതെങ്ങനെയാണ് പറയുന്നത്? ഡോണ്ട് ലൈ ഓൺ ദ ഫ്ലോർ. ഡോണ്ട് ലൈ ഓൺ ദ ഫ്ലോർ. ലൈ ഓൺ ദ ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറയിൽ കിടക്കുക എന്നാണ്. സോ തറയിൽ കിടക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ലൈ ഓൺ ദ ഫ്ലോർ. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ, തറയിൽ കിടക്കരുത്, തറ തുടച്ചിട്ടില്ല. തറ തുടച്ചിട്ടില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? തുടയ്ക്കുക എന്ന് പറയുന്നത് മോപ്പ് ചെയ്യുക എന്നാണ്. അപ്പോൾ ദ ഫ്ലോർ ഇസ് നോട്ട് മോപ്ഡ് എന്ന് പറഞ്ഞാൽ തറ തുടച്ചിട്ടില്ല എന്നാണ്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറ. സോ ഡോണ്ട് ലൈ ഓൺ ദ ഫ്ലോർ. ദ ഫ്ലോർ ഇസ് നോട്ട് മോപ്ഡ്. തറയിൽ കിടക്കരുത്, തറ തുടച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും പറയത്തില്ലേ, തറയിൽ കിടക്കരുത്, നിൻ്റെ ഡ്രസ്സ് അഴുക്കാകും. ഇങ്ങനെ ഡ്രസ്സ് അഴുക്കാകും എന്നെങ്ങനെയാണ് പറയുന്നത്? യുവർ ഡ്രസ് വുഡ് ഗെറ്റ് ഡേർട്ടി. യുവർ ഡ്രസ് വുഡ് ഗെറ്റ് ഡേർട്ടി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഡ്രസ്സ് അഴുക്കാകും അല്ലെങ്കിൽ വൃത്തികേടാകും എന്നാണ് മീനിങ്. ഡേർട്ടി എന്ന് പറഞ്ഞാൽ അഴുക്കായ എന്നുള്ള മീനിങ് ആണ്. സോ ഡോണ്ട് ലൈ ഓൺ ദ ഫ്ലോർ, യുവർ ഡ്രസ് വുഡ് ഗെറ്റ് ഡേർട്ടി. അതായത് തറയിൽ കിടക്കരുത്, നിൻ്റെ ഡ്രസ്സ് വൃത്തികേടാകും എന്നാണ് മീനിങ്. ഇനി നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ പോയി കഴിയുമ്പം സോക്സ് കുറേ നേരം ഇട്ട് കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരും അല്ലേ? അപ്പം അങ്ങനെ ബാഡ് സ്മെല്ലിന് നമ്മൾ സ്റ്റിങ്കി എന്ന് പറയും. സ്റ്റിങ്കി, ദുർഗന്ധം എന്നുള്ള മീനിങ് ആണ്. പിന്നെ കുട്ടികൾക്കൊക്കെ പെൻസിൽ എഴുതാൻ കൊടുത്തു കഴിയുമ്പം ചിലപ്പോൾ അവരത് വായിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? അപ്പം നമ്മൾ പറയത്തില്ല, നിൻ്റെ വായിൽ നിന്ന് പെൻസിൽ എടുക്ക്. അതെങ്ങനെ പറയും? ടേക്ക് ഔട്ട് ദ പെൻസിൽ ഫ്രം യുവർ മൗത്ത്. ടേക്ക് ഔട്ട് ദ പെൻസിൽ ഫ്രം യുവർ മൗത്ത് എന്ന് പറഞ്ഞാൽ നിൻ്റെ വായിക്കകത്തുനിന്ന് ആ പെൻസിൽ എടുക്ക് എന്നുള്ള മീനിങ് ആണ്. ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക എന്നാണ്. ഇനി കുട്ടികൾ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം വെള്ളമോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ എടുക്കുമ്പം ഇപ്പം അത് ഫുള്ള് നിറഞ്ഞിരിക്കുവാണെങ്കിൽ താഴെ പോകാതിരിക്കാൻ നമ്മൾ പറയത്തില്ലേ, സൂക്ഷിക്കണം, ആ കുപ്പിയിൽ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ വക്കോളം നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? സൂക്ഷിക്കുക എന്ന് പറയാം ബി കെയർഫുൾ. ദ ബോട്ടിൽ ഈസ് ഫുൾ ടു ദ ബ്രിം. ദ ബോട്ടിൽ ഈസ് ഫുൾ ടു ദ ബ്രിം എന്ന് പറഞ്ഞാൽ വക്കോളം നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് മീനിങ്. ബി കെയർഫുൾ, ദ ബോട്ടിൽ ഈസ് ഫുൾ ടു ദ ബ്രിം. ഇനി സ്കൂളിലൊക്കെ പോകാൻ നേരത്ത് നമ്മൾ ബാഗ് അടുക്കി വെക്കുക എന്ന് പറയത്തില്ലേ? അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന സെൻറ്റൻസ് ആണ് പാക്ക് യുവർ ബാഗ്. അതായത് നിൻ്റെ ബാഗ് അടുക്കി വെക്കുക എന്നുള്ള മീനിങ് ആണ് പാക്ക് യുവർ ബാഗ്. അല്ലെങ്കിൽ നമുക്ക് പറയാം സെറ്റ് യുവർ ബാഗ്. സെറ്റ് യുവർ ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗ് അടുക്കി വെക്കുക എന്നുള്ള മീനിങ് ആണ്. ഒന്നുകിൽ പാക്ക് യുവർ ബാഗ് അല്ലെങ്കിൽ സെറ്റ് യുവർ ബാഗ്. പിന്നെ കുട്ടികൾ കത്തിയൊക്കെ വെച്ച് കളിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, കത്തി താഴെയിട്, നിൻ്റെ കൈ മുറിക്കും നീ എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെ പറയും? പുട്ട് ദ നൈഫ് ഡൗൺ. പുട്ട് ദ നൈഫ് ഡൗൺ എന്ന് പറഞ്ഞാൽ കത്തി താഴെ ഇടുക എന്നുള്ള മീനിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ താഴെ വയ്ക്കുക. പുട്ട് ദ നൈഫ് ഡൗൺ. യു വിൽ കട്ട് യുവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നിൻ്റെ കൈ മുറിക്കും എന്നുള്ള മീനിങ് ആണ്. സോ പുട്ട് ദ നൈഫ് ഡൗൺ, യു വിൽ കട്ട് യുവർ ഹാൻഡ്. ഇനി വളരെ ഉച്ചത്തിൽ അവർ സംസാരിക്കുവാണെങ്കിൽ നമുക്ക് പറയാം നിൻ്റെ ശബ്ദം കുറയ്ക്ക് എന്ന് നമ്മൾ പറയത്തില്ലേ? ലോവർ യുവർ വോയിസ്. ലോവർ യുവർ വോയിസ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ശബ്ദം കുറയ്ക്ക് എന്നുള്ള മീനിങ് ആണ് ലോവർ യുവർ വോയിസ്. ഇനി നമ്മൾ കുട്ടികളോട് പറയത്തില്ല, നിൻ്റെ മൂക്ക് ശരിക്കും തുടയ്ക്ക്. ഈ തുടയ്ക്കുക എന്ന് പറയുന്നതിന് വൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പം വൈപ്പ് യുവർ നോസ് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ നിൻ്റെ മൂക്ക് ശരിക്കും തുടയ്ക്കുക എന്നാണ്. വൈപ്പ് യുവർ നോസ് പ്രോപ്പർലി. ഇതേപോലെ തന്നെ ഇപ്പം നെറ്റിയിൽ വേർപ്പുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നെറ്റിയിലെ വേർപ്പ് തുടയ്ക്ക്. അതെങ്ങനെ പറയും? വൈപ്പ് ദ സ്വെറ്റ് ഫ്രം യുവർ ഫോർഹെഡ്. വൈപ്പ് ദ സ്വെറ്റ് ഫ്രം യുവർ ഫോർഹെഡ്. ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ നെറ്റി എന്നുള്ള മീനിങ് ആണ്. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്. സോ നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടയ്ക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വൈപ്പ് ദ സ്വെറ്റ് ഫ്രം യുവർ ഫോർഹെഡ്. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്. നീ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ആർ യു കമ്മിങ് ഫ്രം. വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് മീനിങ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരാളുടെ സ്ഥലം ചോദിക്കത്തില്ലേ? അതായത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കാൻ നമ്മൾ വേർ ആർ യു ഫ്രം എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, വേർ ആർ യു ഫ്രം. ഇനി നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ വേർ ആർ യു കമ്മിങ് ഫ്രം എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ സൈക്കിൾ ചവിട്ടാൻ പോയി എന്നെങ്ങനെ പറയും?
ഐ വെൻറ്റ് സൈക്ലിംഗ്. ഐ വെൻറ്റ് സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സൈക്കിൾ ചവിട്ടാൻ പോയി എന്നാണ് മീനിങ്. ഇതേപോലെ കുട്ടികൾ പുറത്തൊക്കെ പോയി കളിച്ചിട്ട് വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ കാല് ചവിട്ടിയിൽ തുടയ്ക്കുക അല്ലെങ്കിൽ ഡോർമാറ്റിൽ തുടയ്ക്കുക എന്ന് പറയത്തില്ലേ, അതിനും വൈപ്പ് എന്നുള്ള വേർബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വൈപ്പ് യുവർ ഫീറ്റ് ഓൺ ദ ഡോർമാറ്റ്. വൈപ്പ് യുവർ ഫീറ്റ് ഓൺ ദ ഡോർമാറ്റ് എന്ന് പറഞ്ഞാൽ കാലുകൾ ചവിട്ടിയിൽ തുടയ്ക്കുക എന്നാണ് മീനിങ്. ഇനി ഒരു ഡ്രസ്സ് ഇപ്പം നമ്മൾ ഇടിപ്പിച്ച് നോക്കിയിട്ട് അതവർക്ക് പാകമല്ലെന്ന് വെച്ചു. അപ്പം നമ്മൾ പറയത്തില്ലേ ഇത് നിനക്ക് പാകമാകുന്നില്ല, അതെങ്ങനെ പറയും? ദിസ് ഡസൻറ്റ് ഫിറ്റ് യു. ദിസ് ഡസൻറ്റ് ഫിറ്റ് യു. ഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ സൈസിന് ചേരുന്നില്ല എന്നുള്ള മീനിങ് ആണ്. ദിസ് ഡസൻറ്റ് ഫിറ്റ് യു. ഇനി ഇപ്പം അവർക്ക് നമ്മളൊരു ഡ്രസ്സ് ഇടിപ്പിച്ച് നോക്കുമ്പം അവർക്കത് ചേരുന്നില്ലെന്ന് വെച്ചു. അവർക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പം നമ്മൾ പറയത്തില്ലേ ഇത് നിനക്ക് ഒരു രസമില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ദിസ് ഡസൻറ്റ് സ്യൂട്ട് യു എന്ന് പറയാം. ദിസ് ഡസൻറ്റ് സ്യൂട്ട് യു എന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് ചേരുന്നില്ല എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയത്തില്ലേ, അതെങ്ങനെ പറയും? യു സ്റ്റേ ഹിയർ, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. യു സ്റ്റേ ഹിയർ, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. യു സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ നീ ഇവിടെ നിൽക്കുക എന്നാണ്. ഐ വിൽ ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ മടങ്ങി വരാം എന്നുള്ള മീനിങ് ആണ്. യു സ്റ്റേ ഹിയർ, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഇനി കുട്ടികളൊക്കെ സോഫയിലൊക്കെ കിടന്ന് ചാടുമ്പോൾ നമ്മൾ പറയത്തില്ലേ സോഫയിൽ കിടന്ന് ചാടരുത്. ഈ ചാടുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജമ്പ്. അപ്പോൾ ഡോണ്ട് ജമ്പ് ഓൺ ദ സോഫ എന്ന് പറഞ്ഞാൽ സോഫയിൽ കിടന്ന് ചാടരുത് എന്നാണ് മീനിങ്. ഡോണ്ട് ജമ്പ് ഓൺ ദ സോഫ. നമ്മൾ പറയത്തില്ലേ ഇനി സോഫയിൽ നിന്ന് താഴെ ഇറങ്ങൂ, അതെങ്ങനെ പറയും? ഗെറ്റ് ഓഫ് ദ സോഫ. ഗെറ്റ് ഓഫ് ദ സോഫ എന്ന് പറഞ്ഞാൽ സോഫയിൽ നിന്ന് താഴെ ഇറങ്ങൂ എന്നാണ് മീനിങ്. ഗെറ്റ് ഓഫ് ദ സോഫ. ഇനി കുട്ടികൾ കസേരയും മേശയും ഒക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകത്തില്ലേ, അങ്ങനെ വലിച്ചുകൊണ്ട് പോകുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഡ്രാഗ് എന്നാണ്. അപ്പോൾ കസേര വലിച്ചുകൊണ്ട് പോകരുത് എന്നെങ്ങനെ പറയും? ഡോണ്ട് ഡ്രാഗ് ദ ചെയർ. ഡോണ്ട് ഡ്രാഗ് ദ ചെയർ എന്ന് പറഞ്ഞാൽ കസേര വലിച്ചുകൊണ്ട് പോകരുത് എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ കുട്ടികളോട് ചോദിക്കത്തില്ലേ നിനക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടോ, അതെങ്ങനെ ചോദിക്കും? നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എന്ന് ചോദിക്കാം. ഡു യു ഹാവ്. അപ്പോൾ നിനക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് മെനി ഫ്രണ്ട്സ്. ഡു യു ഹാവ് മെനി ഫ്രണ്ട്സ്. മെനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ധാരാളം സുഹൃത്തുക്കൾ എന്നുള്ള മീനിങ് ആണ്. സോ ഡു യു ഹാവ് മെനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിനക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടോ എന്നാണ്. ഇനി നമുക്ക് പറയണം അവൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട്, അതെങ്ങനെ പറയും? ഷീ ഹാസ് മെനി ഫ്രണ്ട്സ്. ഷീ ഹാസ് മെനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് എന്നാണ്. പിന്നെ ഇപ്പം ചെരുപ്പൊക്കെ പൊട്ടിപ്പോവുക എന്ന് പറയത്തില്ലേ, അപ്പം ചെരുപ്പ് പൊട്ടിപ്പോയി എന്ന് പറയുന്നത് എങ്ങനെയാണ്? മൈ സ്ലിപ്പേഴ്സ് ബ്രോക്ക്. മൈ സ്ലിപ്പേഴ്സ് ബ്രോക്ക്. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടുക. സോ പൊട്ടി എന്ന് പറയാനാണ് ബ്രോക്ക്. എൻ്റെ ചെരുപ്പ് പൊട്ടി എന്ന് പറയാനാണ് മൈ സ്ലിപ്പേഴ്സ് ബ്രോക്ക്. ഇനി എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? ഡു അസ് യു ആർ ടോൾഡ്. ഡു അസ് യു ആർ ടോൾഡ് എന്ന് പറഞ്ഞാൽ നിന്നോട് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.